ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിനെതിരായ കുറ്റാരോപണം ഇവർക്ക് കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ താങ്കളുടെ കുട്ടിക്കാലത്തെ പല കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് അറിഞ്ഞിരുന്നു. താങ്കളുടെ ജ്യേഷ്ഠനെ അടിച്ച അടിയിൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റി അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഞാൻ വളരെ വികൃതിയായിരിക്കും ചെറുപ്പം മുതൽ തന്നെ. അതെ, അത് നേരാണ്. ദൈവം ഒരുപക്ഷേ എന്തെങ്കിലും നേടാനായിട്ട് എന്നെ ജനിപ്പിച്ചതായിരിക്കാം. എനിക്കപ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു. എല്ലാ കുട്ടികൾക്കും കളിയെന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഗ്രാമത്തിൽ നിങ്ങൾ നോക്കിയാൽ പെൺകുട്ടികൾക്ക് വലുതായിട്ട് കളിയോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണാറില്ല. പക്ഷേ എനിക്കെന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു, വ്യത്യസ്തമായൊരു എനർജി ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് ഇഷ്ടമുള്ളതൊന്നും എനിക്കിഷ്ടമില്ല. ചെറുക്കന്മാരുടെ ഏത് സാധനമാണെങ്കിലും, അതായത് ഡ്രസ്സ് മുതൽ കളികൾ വരെ, അതാണ് എനിക്കിഷ്ടം. അത് വെച്ച് അവരോട് വഴക്കിടും, ചാലഞ്ച് ചെയ്യും. അതുകൊണ്ട് ചില സമയങ്ങളിൽ എനിക്കിടയ്ക്കിടയ്ക്ക് വളരെ ദേഷ്യം വരും. ആരെങ്കിലും എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് അവരെ ഞാൻ ഒരു കൈ നോക്കിക്കളയും. അതെ, ജ്യേഷ്ഠനായാലും ശരി, ആരായാലും എനിക്കത് പ്രശ്നമല്ല. ഒരാളെയും വിട്ടേക്കില്ല. ഇത് സത്യമാണോ? താങ്കൾ ആരായിരുന്നാലും അടിക്കും. അതെ, അതാണ് എന്റെ ജീവിതത്തിന്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ദിവസം മുഴുവനും ഗോളി ഗോളി ഗോളി. ഞാൻ എങ്ങനെ കളിക്കുമെന്നാൽ ഗോളി കയ്യിലെടുത്ത് ദാ ഇങ്ങനെ എയിം ചെയ്ത് ദാ അങ്ങനെ വിടും. ഇതുപോലെ തന്നെ. എന്നെ ആർക്കും തോൽപ്പിക്കാനേ ആകില്ല. എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, ചെറുക്കന്മാർക്ക്. അത് തന്നെ. ചെറുപ്പം മുതലേ ഓരോ ഗോളിയും എയിം ചെയ്ത് എത്ര ദൂരമാണെങ്കിലും കറക്റ്റായിട്ട് അടിക്കും. അടുത്തുള്ളത് എയിം ചെയ്ത് അടിക്കുന്നത് വലിയ കാര്യമല്ല. അതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ അല്ല. അത് എത്ര ദൂരെയാണെങ്കിലും ഞാനൊന്ന് എയിം ചെയ്ത് കണ്ണടിച്ചുകൊണ്ടത് അടിച്ചെന്ന് വെച്ചോളൂ, പിന്നെ പെട്ടെന്ന് എന്റെ ടാർഗറ്റ് ഞാൻ ജയിച്ചിരിക്കും. എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല. താങ്കൾ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അതെ, പാമ്പിനെയൊക്കെ പിടിച്ച് കളിക്കും. രജിത് സാർ എന്റെ രഹസ്യങ്ങളൊക്കെ തകർത്തു കളഞ്ഞു. ഞാൻ മരത്തിലൊക്കെ കയറും, പാമ്പിനെയൊക്കെ പിടിച്ച് കളിക്കും. ചെറുപ്പം മുതലേ എനിക്ക് പാമ്പൊക്കെ, അതായത് നമ്മളെ അത് അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചടിക്കണം, നമ്മുടെ ജീവൻ രക്ഷിക്കാനായി. പിന്നെ ഒരു ദിവസം രാത്രി സമയത്ത് ഞാൻ ചർച്ചിലേക്ക് പോവുകയായിരുന്നു. പോയിട്ട് വരുന്ന വഴിയിൽ എന്റെ മുൻപിലായി വളരെ വലിയൊരു പാമ്പ് എന്നെ ക്രോസ് ചെയ്തു പോവുകയായിരുന്നു. ഞാൻ എത്രത്തോളം പേടിച്ചു പോയെന്നാൽ അപ്പം മുതൽ എനിക്ക് പാമ്പിനെ കണ്ടാൽ വളരെ പേടിയാണ്. പാമ്പാണോ പേടിച്ചത് അതോ താങ്കളാണോ പേടിച്ചത്? പാമ്പല്ല എന്നെ കണ്ട് പേടിച്ചത്, ഞാനാണ് പേടിച്ചത്. ഈ രീതിയിൽ എന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഞാൻ വളരെ നോട്ടിയായിരുന്നു. സോ ഇപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. മുൻപത്തെക്കാളും എനിക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അല്ല, ഇപ്പോഴും താങ്കൾക്ക് കുസൃതി കുറച്ച് കൂടുതലാണ്, ഞാൻ അറിഞ്ഞു. വോഡ്കയുടെ ഒരു ബോട്ടിൽ മൊത്തത്തിൽ കുടിച്ചെന്നാണ് കേട്ടത്. ഇത് വളരെ തെറ്റാണ്. ഇതത്ര സത്യമല്ലാത്ത കാര്യമെന്നേ ഞാൻ പറയൂ. ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇത് സത്യമല്ലേ? വോഡ്ക ബോട്ടിൽ വെള്ളമെന്ന് കരുതി താങ്കൾ മൊത്തം കുടിച്ചത്? എന്റെ ദൈവമേ, ആക്ച്വലി ഞാൻ സിലോമിലൊരു മാരത്താൻ ഈവന്റിനു വേണ്ടി ചെന്നിരുന്നു. റൺ ചെയ്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്നു. എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. അത് പിന്നെ എന്തു പറയുമെന്നതിനെ, ഒരു രീതിയിൽ റൗണ്ട് ആയിരിക്കുമല്ലോ. ആ ബോട്ടിൽ നിങ്ങൾ കണ്ടാൽ അത് വിസിബിൾ അല്ല. അതെ, ട്രാൻസ്പെറന്റ്. ആ ബോട്ടിലല്ല, ആ ബോട്ടിൽ ഹോട്ടലിലും അങ്ങനെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. അത് ഞാൻ കയ്യിലെടുത്തപ്പോൾ
അത് ശരിക്കും വെള്ളമാണെന്നാ ഞാൻ കരുതിയത്. മോസ്റ്റ്ലി ആ ബോട്ടിലിൽ രാത്രി മുഴുവൻ വെള്ളം അങ്ങനെ വെച്ചിട്ട് രാവിലെ എണീറ്റ് കുടിച്ചാൽ ഹെൽത്തിന് വളരെ നല്ലതെന്ന് പറയുമല്ലോ. അത് സത്യമല്ലേ, നിങ്ങൾ പറയൂ. ആ, അതുകൊണ്ട് ഞാൻ ആ ബോട്ടിൽ കണ്ടതും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ആ ബോട്ടിൽ തുറന്നു. ഒരുപക്ഷെ ഞാനതെടുത്ത് വായുടെ വെച്ചിരുന്നെങ്കിൽ എനിക്ക് ആ സ്മെല്ല് വരുമായിരുന്നു, അതെനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ ഞാൻ ധൃതിയിൽ അത് തുറന്ന് പെട്ടെന്നെടുത്ത് വായിലെടുത്തൊഴിച്ചു. പെട്ടെന്നൊഴിച്ചതും അത് പാതി അകത്തേക്ക് ചെന്നു. പെട്ടെന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡിൽ എന്റെ തല ശരിക്കും ചുറ്റാൻ തുടങ്ങി. ഞാൻ ഉടനെ എന്റെ പിയെ വിളിച്ചു. എനിക്കെന്തോ സംഭവിക്കുന്നു, ഞാനിപ്പോൾ പ്രൈസ് നൽകണം, ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഒരുപക്ഷെ ഞാൻ ഉറങ്ങിപ്പോയാൽ എണീപ്പിക്കണേ എന്ന് പറഞ്ഞു. ആരെങ്കിലും റൂമിന് പുറത്ത് വന്ന് എന്നെ എണീപ്പിക്കൂ, നോക്ക് ചെയ്യൂ, എനിക്കെന്തോ സംഭവിച്ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് എണീക്കാനാകുമോ ഇല്ലയോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായില്ല. അവിടെയുള്ള ബോട്ടിലിൽ അത് വെള്ളമാണെന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചു. പക്ഷെ അത് വെള്ളമല്ലായിരുന്നു, വോഡ്കയാണ്. എന്റെ ദൈവമേ സർ, ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യാനാണ്? എനിക്കും ഒന്നും മനസ്സിലായില്ല അതിലെന്താണ് വോഡ്കയാണോ എന്ന്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അത് നേരാണ്. ഇങ്ങനെ നടന്ന മറ്റൊരു കുസൃതിയെ കുറിച്ച് ഞാൻ പറയാം. പറയൂ. താങ്കൾ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചെന്ന് വെച്ചാൽ പോലീസ് ജീപ്പ് പോലും താങ്കൾക്ക് പിന്നിൽ. ഇതൊക്കെ അങ്ങക്ക് എവിടെന്നാ കിട്ടിയത്? ആരാ അങ്ങയുടെ ഇതൊക്കെ പറഞ്ഞത്? ഓക്കേ. ഞാൻ ജീവിതത്തിൽ ഡ്രൈവിംഗ് പഠിച്ചിട്ടേയില്ല. ഡയറക്റ്റായിട്ട് എനിക്ക് മണിപ്പൂരിലും എന്നോട് 2-3 അങ്ങനെ ലക്ഷറി കാറൊന്നുമല്ല, എന്നാലും 2 കാറുണ്ട്. ഞാനത് ഒരു ദിവസം പോലും എടുത്തിട്ടില്ല. ഡൽഹിയിൽ ഞാൻ മെമ്പർ ഓഫ് പാർലമെന്റ് ആയപ്പോൾ ഞങ്ങളൊരു ബംഗ്ലാവിലായിരുന്നു. അപ്പോൾ ചില സമയത്ത് ആ ഡ്രൈവർ വരില്ലായിരുന്നു. എന്തു ചെയ്യാനാ, പിന്നെ അതെങ്ങനെ ഓടിക്കുമെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ശരി, ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാം, ഇത് ഓട്ടോമാറ്റിക് അല്ലേ, അത്ര ഡിഫിക്കൽട്ടൊന്നും കാണില്ലെന്ന് കരുതി. ഇങ്ങനെ ആക്സിലേറ്റർ അമർത്തണം, പിന്നെ ഇങ്ങനെ ചുറ്റണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാറ് മുൻപിലോട്ട് ചെന്നു. ഞാൻ ഡൽഹി ട്രാഫിക്കിന് നടുക്കാണ്. അതാണ് എന്റെ ട്രെയിനിങ് ആയി മാറിയത്. അതിനുശേഷം ഒരു ദിവസം എന്താണ് സംഭവിച്ചതെന്നാൽ അത് പറയണോ? ഒരു ദിവസം ട്രെയിനിങ്ങിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. വരുന്ന വഴിക്ക് റെഡ് ലൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ നിർത്തി. പുറകിൽ നിന്ന് ആരോ വന്ന് പെട്ടെന്ന് എന്റെ വണ്ടിയെ ഇടിച്ചു. എന്താ ഇത്? നമ്മുടെ തെറ്റൊന്നുമില്ലല്ലോ. നീയല്ലേ വന്ന് ഇടിച്ചത്? വാ വാ വാ, ഇറങ്ങ്, നീ പുറത്തേക്ക് വാ, കം ഔട്ട്, നീ ഇറങ്ങി വാ, സംസാരിക്കാന്ന് പറഞ്ഞു. ആരുടെ തെറ്റാ? റെഡ് ലൈറ്റ് നീ കണ്ടില്ലെന്ന് ചോദിച്ചു. മാം, നിങ്ങളുടെ തെറ്റാണെന്ന് ഇങ്ങനെ വിരൽ നീട്ടി സംസാരിച്ചു. അവൻ എന്നെ തന്നെ പോയിന്റ് ചെയ്തു. പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ ഇട്ടു. അവൻ കാർ എടുത്തോണ്ട് പെട്ടെന്ന് പോകാനായി ശ്രമിച്ചു. അപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് അവന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാനായില്ല. അവൻ എന്നെ എങ്ങനെ പോയിന്റ് ചെയ്തെന്നാൽ, മേഡം ഇത് നിങ്ങളുടെ തെറ്റാണെന്ന് എന്നെ പോയിന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ വണ്ടി നിർത്തി വെച്ചിരുന്നു, റെഡ് ലൈറ്റ് ഇട്ടിരുന്നതുകൊണ്ട്. നിങ്ങൾ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചിട്ട് അതെങ്ങനെ എന്റെ തെറ്റാകുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഞാൻ ദേഷ്യത്തിൽ ഒരു തവണ ഞാൻ കൈ നീട്ടി. അവനാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാനാകുന്നില്ല. ഞാൻ തെറ്റ് ചെയ്യാതെ തന്നെ അവൻ തെറ്റെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ അവന്റെ മുഖത്തൊരു പഞ്ച് അങ്ങനെ വിട്ടു. പെട്ടെന്ന് അറിയാതെ എന്റെ ഒരു ചെറിയ നഖം അവന്റെ മുഖത്ത് സ്ക്രാച്ചായി പോയി. അത് ബ്ലീഡിംഗ് ആകാൻ തുടങ്ങി. വളരെ സിവിയർ ആയിട്ട് മരിക്കാനിരിക്കുന്നത് പോലെ ആക്ടിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വന്ന് എന്തു പറ്റി മേഡം എന്ന് ചോദിച്ചു. ഞാൻ നടന്നത് പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അവരെന്ത് ചെയ്തെന്നാൽ, മേഡം ആരാണെന്നറിയാമോ? ഭാഗ്യം അവര് നിന്നെ ഒരുപാട് അടിക്കാത്തത്, നീ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിന്റെ ജീവൻ പോയേനെന്ന് പറഞ്ഞു. അവര് വേൾഡ് ചാമ്പ്യനാണ്, അവരത്ര വലിയ ആളാണ്, ഇത്ര വലിയ ആളാണ്, രാജ്യത്തിന്റെ ബഹുമാനമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് അവൻ വായടച്ചത്. പിന്നെയാണ് അവന്റെ തെറ്റ് അവൻ സമ്മതിച്ചത്. അതുവരെ അവൻ സമ്മതിച്ചില്ല. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
എന്റെ മുഖം കാരണം വി ആർ സഫറിങ് സോ മച്ച്. താങ്കളുടെ പേര് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു പേരായിരുന്നു, പക്ഷെ അത് താങ്കൾ ചുരുക്കി കളഞ്ഞല്ലോ. താങ്കളുടെ പേര് മാറ്റിയ കാര്യം താങ്കൾ ഫാദറിനോട് പറഞ്ഞിട്ടേയില്ല. ആക്ച്വലി എന്റെ പേര് ചുങ് നൈ ജാങ്. ഇത് വളരെ അർത്ഥമുള്ള പേരാണ്. അതായത് ചുങ് എന്നത് വളരെ ടോപ്പ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ ഞങ്ങളുടെ മദർ ടങ്ങിൽ, അതായത് ഞങ്ങളുടെ മൊഴിയിൽ, ഞങ്ങളുടെ മുത്തശ്ശിയാണ് ഈ പേര് വെച്ചത്. അതായത് ചുങ് എന്നാൽ ടോപ്പ്, നെയ് എന്നാൽ റിച്ച്, ജാങ് എന്നത് ഫാസ്റ്റസ്റ്റ്. എങ്ങനെയുണ്ട്? വളരെ വലുതായിരുന്നു. ഞാനത് ഷോർട്ടാക്കി എം സി ആയിട്ട് ഞാൻ മാറ്റി. അതായത് മേരി എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ, അതായത് ഞാനൊരു ക്രിസ്ത്യൻ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ സാധിക്കും, ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് മേരി എന്ന് പേര് വെച്ചു. സോ MC മേരി കോം. എന്തായാലും ഒരു ഭാഗ്യമുണ്ട് താങ്കൾ ഈസി ആയിട്ടുള്ള ഒരു പേര് വെച്ച്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ? നോർത്ത് ഈസ്റ്റ് ആളുകളെ എപ്പോഴും മോമോസ്, ചൈനീസ് അല്ലെങ്കിൽ ചിങ്കീസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ടല്ലോ. നിങ്ങളും അതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? തുടക്കത്തിൽ ഞാനും അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്റെ ഫേസ് കാണാനായിട്ട് ചൈനീസ്, ഫിലിപ്പിയൻസ്, തായ്ലാൻഡ്സ്, മേ ബി ഏഷ്യൻ ലുക്ക് പോലെ ഇരിക്കും. പക്ഷേ എപ്പോഴും എന്റെ ഹാർട്ട് ആൻഡ് സോൾ ഇന്ത്യയാണ്. I respect all the religions and I never, ഞാൻ റിലീജിയന്റെ കാര്യത്തിൽ എപ്പോഴും തെറ്റായിട്ട് ഒന്നും തന്നെ പറയില്ല. തീർച്ചയായിട്ടും പറയില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. മാറി മാറി സ്നേഹിക്കാതെ, മാറി മാറി റെസ്പെക്ട് ചെയ്യാതെ, ഒരാളെ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാതെ, പിന്നെ നമ്മളെല്ലാവരും എപ്പോഴും ഒരു യൂണിറ്റിയോടെ സപ്പോർട്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ പിന്നെ എങ്ങനെ വളരാനാണ്? എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പറയൂ. 6 പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻ ആയതിനു ശേഷം താങ്കളുടെ ഈ ഫേസ് ഉണ്ടല്ലോ, ഇതാണ് ഇന്ത്യയുടെ ഫേസ്, ഇന്ത്യൻ ഫേസ്. താങ്ക് യു. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന സഹോദര സഹോദരിമാർ, അവർ താങ്കളെ ഒരു ഐഡിയലായിട്ട് കരുതുന്നു, ഈ ദേശം തന്നെ ഐഡിയലായിട്ട് കരുതുന്നു. പക്ഷേ താങ്കൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി രാജ്യത്തെ ഒന്നു ചേർക്കുന്ന പ്രവൃത്തിയാണ്. ഇത് വളരെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. താങ്ക് യു. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ താങ്കൾ കുറച്ച് പിന്നിലായിരുന്നു അല്ലേ? പഠിക്കുന്നത് എനിക്ക് അല്പം ഉറക്കം വരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? പുസ്തകം ഇങ്ങനെ തുറന്നു നോക്കിയാൽ എന്റെ കണ്ണ് അങ്ങനെ തന്നെ ഉറങ്ങുന്ന അവസ്ഥയിലേക്ക് അത് തന്നെ പോകും. ഞാൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്താ, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ബോക്സിംഗ് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ക്ലാപ്പ് ചെയ്യൂ. പക്ഷേ ഇത് സത്യമല്ലേ? താങ്കൾ ഒരു ബോക്സർ ആവുന്നതിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നു. അതെ. താങ്കളുടെ അച്ഛൻ താങ്കളോട് പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ബോക്സർ ആവുകയാണെങ്കിൽ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ മാറും, പിന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ലെന്ന്. അതെ സർ, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത് സർ. ആക്ച്വലി ഞാൻ എന്റെ പേരൻസിനോടൊന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞാൽ അതെന്റെ കരിയറിനെ ബാധിക്കും. നിങ്ങൾ വന്ന് അവരോട് ബോക്സിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ മൂക്കിനെ ഉടച്ച് ആ മൂക്കിൽ നിന്നും രക്തം വരുത്തുന്ന കളിയല്ലേ എന്ന് ചോദിക്കും. എന്നെയും അങ്ങനെ പറഞ്ഞാ പേടിപ്പിച്ചത്. അതായത് എനിക്കും തുടക്കത്തിൽ പേടിയായിരുന്നു. അതായത് എങ്ങനെ അവര് നിർബന്ധിച്ച് നമ്മുടെ മൂക്കിനെ പൊട്ടിക്കും? അതിനുള്ളിൽ അവരുടെ മൂക്കിന്റെ പാലം തകർക്കും. മൂക്കിനും വായിക്കും ചേർത്തൊരു പഞ്ച് നൽകിയാൽ കഥ കഴിഞ്ഞോ? ഒരുപക്ഷെ മുറിവ് കണ്ടാൽ ഞാൻ എന്ത് ചിന്തിക്കുമെന്നാൽ അതിനാര് ചെലവ് ചെയ്യും? കാരണം ഞങ്ങളുടെ വീട് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്റെ ഫാമിലി വളരെ സാധാരണമായൊരു ഫാമിലിയാണ്. എന്റെ അച്ഛനും അമ്മയും ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാലേ ഞങ്ങൾക്ക് കാശ് കിട്ടുള്ളൂ. അവർ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് കാശില്ല. സോ ഞങ്ങൾ അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചു വന്നത്. അത് പിന്നെ വളരെ നന്നായി വരുന്നു. ഒരുപാട് സ്ട്രഗിളും ചെയ്തിട്ടുണ്ട്.
ഇത് വളരെ ഇൻസ്പയറിംഗ് ആയ കാര്യമാണ്. കുടിലിൽ താമസിക്കുന്നവർക്ക്, പാവപ്പെട്ടവർക്ക്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിൽ മേരി കോമിനെ പോലെ ആകാൻ സാധിക്കുമെന്ന്. തീർച്ചയായും, തീർച്ചയായും. നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താത്തതുവരെ നമ്മുടെ മുൻപിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കത് ധൈര്യമായി ഫേസ് ചെയ്യാനാകും. അത് നമുക്കൊരു പ്രശ്നമായിരിക്കില്ല. എന്റെ വിശ്വാസം എന്റെ കഴിവാണ്, എന്റെ വിൽ പവർ. ഇത് മറ്റുള്ളവർക്ക് കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം എനിക്ക് ആ വിൽ പവർ നൽകിയിട്ടുണ്ട്. അത് ഡബിൾ ലെവൽ, ട്രിപ്പിൾ ലെവൽ എന്ന് ഞാൻ പറയും. പിന്നെ മെന്റലി ഇത് മെന്റൽ, ഇത് രണ്ടും തന്നെ വളരെ സ്ട്രോങ് ആണ്. ഇതും സ്ട്രോങ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ സത്യമായിട്ട് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ എത്രത്തോളം ട്രോൾ ചെയ്യുന്നുണ്ട്. ട്രോൾ എത്രത്തോളം പ്രൈം മിനിസ്റ്ററിനെ പോലും വിട്ടേക്കുന്നില്ല. ആരെ അവർ വെറുതെ വിടുന്നു? താങ്കൾ പറഞ്ഞു വരുന്നത് നെഗറ്റീവായിട്ട് ജനങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. മെന്റലി സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിൽ അതെ, തീവ്രമായിരിക്കണം. തീർച്ചയായും. നമ്മുടെ ഫോക്കസ് എങ്ങനെയായിരിക്കണമെന്നാൽ, അതായത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതുവരെ, അച്ചീവ് ചെയ്തതിനു ശേഷം പ്രൂഫ് ചെയ്യുന്നതുവരെ അച്ഛൻ അറിയാനും പാടില്ല. പറയരുത്. അതിനുശേഷം മനസ്സിലായല്ലോ, ഞാൻ കുടുങ്ങിയല്ലോ. മറയ്ക്കാനായില്ല. കാരണം ഒരു വർഷത്തിനകത്ത് എല്ലാം തന്നെ എന്റെ കയ്യിൽ വന്നു. മെഡൽസ് വിത്തിൻ 6 months ഞാനൊരു സ്റ്റേറ്റ് ചാമ്പ്യനായി. അതിനുശേഷം 8 മാസത്തിനകത്ത് ഞാനൊരു നാഷണൽ ചാമ്പ്യൻ. അതിനുശേഷം 1 വർഷത്തിനകത്ത് ഞാനൊരു വേൾഡ് സിൽവർ മെഡലിസ്റ്റായി.